ഹലോ എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് പവിഴമല്ലിയാണ്. പവിഴമല്ലിയുടെ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതാണ് പവിഴമല്ലിയുടെ പൂക്കൾ. അപ്പോൾ ഇതിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് യെല്ലോ ജാസ്മിൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ജാസ്മിൻ ഫാമിലിയിലാണ് പെടുന്നതെങ്കിലും യെല്ലോ കളർ ഫ്ലവറാണ് നമുക്ക് തരിക. അപ്പോൾ യെല്ലോ ജാസ്മിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് പെഡിലാന്തസിൻ്റെ 3 വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് പെഡിലാന്തസ് കേളി പിങ്ക് ആണ്. ഒരു ഇളം പച്ച നിറത്തിലുള്ള ഇലകളും അതുപോലെ തന്നെ ലീഫിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പിങ്ക് ഷെയ്ഡൂടെ വരും. അതുകൊണ്ടാണ് പെഡിലാന്തസ് കേളി പിങ്ക് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത്. രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് ഇതിലും ലീഫിലൊരു പിങ്ക് കളർ കയറി വരാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഗ്രീൻ കളറായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിന് വരിക. ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ആദ്യം കാണിച്ച പെഡിലാന്തസ് വെറൈറ്റിയുടെ അത്ര വലുപ്പം ഇലകൾക്ക് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവില്ല. അപ്പോൾ പ്ലാന്റ് സൈസ് വരിക ഈ ഒരു സൈസാണ്. അടുത്തതായിട്ട് പെഡിലാന്തസിൻ്റെ തൈ കാണുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ചട്ടിയിലോ അതല്ലെങ്കിൽ നിലത്തോ നട്ട് വളർത്താവുന്നതാണ്. ആദ്യം കാണിച്ച 2 വെറൈറ്റീസ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ പെഡിലാന്തസിൻ്റെ 3 വെറൈറ്റീസ് നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ഓരോ പ്ലാന്റിനും 15 രൂപ വീതമാണ് റേറ്റ് വരിക. ഒരുപാട് കെയറൊന്നും വേണ്ടാത്ത നല്ലൊരു പ്ലാന്റാണ് പെഡിലാന്തസ്. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അടുത്ത പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ ദുരാന്തയാണ്. നല്ല ഡാർക്ക് യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ ചേർന്ന് ഇലകളിൽ വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിത് ബോർഡറിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. മിനിയേച്ചർ വെറൈറ്റിയാണ്. ഒരുപാട് വലുപ്പമൊന്നും വെക്കാത്ത ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അടുത്ത പ്ലാന്റ് വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ്. ഇതാണ് വയലറ്റ് ജാസ്മിൻ്റെ പൂക്കൾ. ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുക. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് മാജിക് അലോക്കേഷ്യയാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെടികൾ നടുന്ന പോലെ മണ്ണിൽ തന്നെയോ നട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണിത്. സൺലൈറ്റിൻ്റെ കുറവ് കൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത്. അല്ലെങ്കിൽ നല്ല ബ്ലാക്ക് കളറിലേക്ക് ലീഫ് മാറും. അപ്പോൾ ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റൂസ് പോളിയ പ്ലാന്റ് ആണ്. റൂസ് പോളിയ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് വീണ്ടും സ്റ്റോക്ക് എത്തുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. നിലവിലെ പ്ലാന്റ്സിൽ പൂക്കളില്ല. മഴ കാരണം പൂക്കളൊക്കെ കുറവാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ് റോസ് പോളിയയുടേത്. അതുപോലെ തന്നെ ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഗാൽപീമിയം പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് യെല്ലോ കളറാണ് ഇതിൻ്റെ പൂക്കൾക്കും വരിക. ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താവുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ വിരിയുക. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ മുസാണ്ടയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടാറുള്ള ഒരു പ്ലാന്റാണ് ഓർക്കിഡ് റോസ്. മുള്ളില്ലാത്ത റോസാണ്. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 140 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മൾട്ടി ക്രോട്ടൺ പ്ലാന്റ് ആണ്. പേര് പോലെ തന്നെ എല്ലാ കളറും ഉണ്ട് ഈ ഒരു പ്ലാന്റിൽ. യെല്ലോയും ഗ്രീനും റെഡും അങ്ങനെ എല്ലാ കളറൂടെ മിക്സ് ചെയ്ത് ഇലകളിൽ വരുന്ന ഒരു പ്ലാന്റ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു പ്ലാന്റിന് 65 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നാടൻ വെർബീനയുടെ ഈ ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ ഈ ഒരു കളർ മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ളൂ. ബാക്കി കളേഴ്സൊക്കെ ഉടനെ തന്നെ ആവുന്നുണ്ട്.
മിക്കവാറും എല്ലാ സെയിൽ വീഡിയോസിലും നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഒരു പ്ലാന്റാണ് വെർബീന. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ല സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് വെർബീന പ്ലാന്റ്. പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ല ഈ ഒരു പ്ലാന്റിന്. അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. അടുത്തത് വരുന്നത് ഹെമീലിയ പ്ലാന്റ് ആണ്. നല്ല ഓറഞ്ച് കളറിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഹെമീലിയ പ്ലാന്റ്. ഇതും സീസണൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാ സമയത്തും ഫ്ലവർ കാണാൻ കഴിയും. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു മിനിയേച്ചർ എക്സോറയുടെ 3 വെറൈറ്റിയാണ്. മിനിയേച്ചർ എക്സോറ തന്നെ നമുക്ക് 2 വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ലീഫ് കുറച്ചുകൂടി ചെറിയ ടൈപ്പ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതും 3 കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കളർ വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ്. രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു പിങ്ക് കളറാണ്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. നമുക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണിത്. മൂന്നാമത്തെ കളർ വരുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ ഈ 3 കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. 80 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ടേക്കോമയുടെ ഈ ഒരു ഓറഞ്ച് കളറാണ്. നല്ല ഡാർക്ക് ഓറഞ്ച് കളർ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. ടേക്കോമയുടെ വേറെ 1-2 കളേഴ്സ് കൂടി നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ക്യാറ്റ്സ് ക്ലോയുടെ പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ക്യാറ്റ്സ് ക്ലോ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ ക്യാറ്റ്സ് ക്ലോയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതാണ് ബട്ടർ കപ്പിൻ്റെ പൂക്കൾ വരിക. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ബട്ടർ കപ്പിൻ്റേത്. അതുപോലെ തന്നെ ഈ ഒരു കപ്പിൻ്റെ ഷേപ്പിലായിരിക്കും പൂക്കൾ വിടരുക. നമുക്ക് ഇത് ക്രീപ്പറായിട്ടോ അതല്ലെങ്കിൽ കുറ്റിച്ചെടിയായിട്ടോ വളർത്തിയെടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പുതിയ ലീഫൊക്കെ വരുമ്പോൾ ഒരു മെറൂൺ കളറിലായിരിക്കും വരിക. നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ഗോൾഡൻ ഷവർ, നമ്മുടെ സ്വന്തം കണിക്കൊന്നയുടെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. ഇനി നമുക്ക് സെയിലിനുള്ളത് യുജീനിയ പ്ലാന്റ് ആണ്. യുജീനിയയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയയ്ക്കുക. നമ്മൾ DTDC വഴിയായിരിക്കും പ്ലാന്റ്സ് നിങ്ങൾക്ക് അയയ്ക്കുക. നമ്മൾ സാധാരണ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലുമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്, സെയിൽ വീഡിയോസ്. അപ്പോൾ പ്ലാന്റ്സൊക്കെ ആവശ്യമുള്ളവർ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുക, പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഇത് കൂടാതെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കാണുക. ഇതേപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.